CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. നിലമ്പൂർ താലൂക്ക് അദാലത്തോടെയാണ് ജില്ലയിലെ 7 താലൂക്കുകളിലും നടത്തുന്ന അദാലത്തുകൾക്ക് തുടക്കമായത്. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സംസ്ഥാന വനിതാ കമ്മീഷൻ അദാലത്തിൽ 17 കേസുകൾ തീർപ്പാക്കി. 50 കേസുകളാണ് പരിഗണനയ്ക്ക് വന്നത്. UDF കാലഘട്ടത്തിലെ വൈദ്യുതി കരാർ റദ്ദാക്കിയതിൽ വൻ അഴിമതിയുണ്ടെന്ന് KPCC മെമ്പർ NA കരീം. പെരിന്തൽമണ്ണയിൽ KSEB ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കരീം. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. നിലമ്പൂർ താലൂക്ക് അദാലത്തോടെയാണ് ജില്ലയിലെ 7 താലൂക്കുകളിലും നടത്തുന്ന അദാലത്തുകൾക്ക് തുടക്കമായത്. ജില്ലയുടെ ചുമതലയുള്ള കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത്. നേരത്തെ ഓൺലൈനിലും താലൂക്ക് ഓഫീസ് അക്ഷയ കേന്ദ്രങ്ങളിലും നൽകിയ പരാതികൾക്ക് പുറമെ പുതിയ പരാതികളും അദാലത്തിൽ സ്വീകരിക്കുന്നുണ്ട്. നേരത്തെ ലഭിച്ച പരാതികളിൽ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ച് മന്ത്രിമാർ യഥാസമയം തീരുമാനമെടുത്തു. പുതിയ പരാതികൾ ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം തീർപ്പാക്കാൻ മന്ത്രിമാർ നിർദ്ദേശം നൽകി. ഭൂമി സംബന്ധമായ പോക്കുവരവ്, അതിർത്തി നിർണയം, അനധികൃത നിർമ്മാണം, ഭൂമി കയ്യേറ്റം, അതിർത്തി തർക്കങ്ങളും വഴി തടസ്സപ്പെടുത്തലും, സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം, പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം തുടങ്ങിയ വിഷയങ്ങളാണ് അദാലത്തുകളിൽ പരിഗണിക്കുന്നത്. കാട്ടുമുണ്ട തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന നിലമ്പൂർ താലൂക്ക് തല അദാലത്തിൽ PV അബ്ദുൽ വഹാബ് MP, PK ബഷീർ MLA, ജില്ലാ കളക്ടർ VR വിനോദ്, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി, അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ, ADM NM മെഹറലി, മറ്റു ജില്ലാതല ഉദ്യോഗസ്ഥർ, താലൂക്ക് ഫീൽഡ് ലെവൽ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മലപ്പുറം. UDF കാലഘട്ടത്തിലെ വൈദ്യുതി കരാർ റദ്ദാക്കിയതിൽ വൻ അഴിമതിയുണ്ടെന്ന് KPCC മെമ്പർ NA കരീം. പെരിന്തൽമണ്ണയിൽ KSEB ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കരീം. ഇത് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെയും കള്ളന്മാരുടെയും സംരക്ഷകരായ ചില ആളുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഭരണാഭാസമാണ് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് എന്ന് പറയുന്നത് ശ്രീ G സുധാകരൻ. ഞാൻ അതേ വാക്ക് ആവർത്തിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കൊള്ളക്കാരനായ മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് കീഴിൽ കേരളീയ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെ എത്രമാത്രം വലുതാണ് എന്ന് ചരിത്രത്തെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം എന്താ? ഇലക്ട്രിസിറ്റി വില ചാർജ് വർധനമാണ്. ഇലക്ട്രിസിറ്റി ചാർജ് വർധനവ് എന്ന ഒറ്റ വാക്കിൽ, മിതമായ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്നതാണോ ഈ വർധനവ്? കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തെ എത്രമാത്രം ബാധിക്കുന്നതും അവരുടെ നിത്യജീവിതത്തിലെ ചെലവുകൾ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്തുണ്ടാകുന്ന വിലവർദ്ധനവ് കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് അമിതമായ ചാർജ് വർധനവ് എന്ന രീതിയിൽ ഈ ഗവൺമെന്റ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ ബെന്നി തോമസ്, DCC മെമ്പർ TP മോഹൻദാസ്, മണ്ഡലം പ്രസിഡന്റ് CK അൻവർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ലീല മോഹൻദാസ്, ബിന്ദു മോഹൻദാസ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് ചക്കാലി എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിന് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശശി വളാംകുളം സ്വാഗതവും ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഹുസൈൻ പാറൽ നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. 5ാം ക്ലാസ്സുകാരന്റെ സമയോചിത ഇടപെടൽ വിദ്യാർത്ഥികൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സിതാന്റെ ഇടപെടലാണ് കൂട്ടുകാരായ 2 പേരെ വൈദ്യുതാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായത്.
അർദ്ധവാർഷിക പരീക്ഷ എഴുതാനായി വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ സ്കൂൾ ബസ് കാത്തുനിൽക്കുകയായിരുന്നു സിതാനും കൂട്ടുകാരനായ 5ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റാജിഹും 7ാം തരം വിദ്യാർത്ഥി ഷഹജാസും. അതിനിടയിലാണ് തൊട്ടടുത്ത വൈദ്യുതി പോസ്റ്റിൽ നിന്ന് മുഹമ്മദ് റാജിഹിന് ഷോക്കേറ്റത്. ഇതു കണ്ടയുടൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച 7ാം ക്ലാസ്സുകാരൻ ഷഹജാസിനും നിസ്സാരമായ പൊള്ളലേറ്റു. ഞാൻ ഒരു ഡപ്പയും കൊണ്ട് കളിച്ചതായിരുന്നു. അപ്പോൾ ആ ഡപ്പ അടിച്ചിട്ട് കാട്ടിൽ പോയി. ഞാൻ പോസ്റ്റുമേ ചോട്ടിയ മതിലിന് കയറി. എന്നിട്ട് അത് എടുക്കാൻ ഇറങ്ങിയപ്പോൾ ആ പക്കത്ത് കൂടി ഇറങ്ങാൻ നോക്കിയപ്പോൾ എൻ്റെ കൈ ഇപ്പോൾ ഫ്യൂസിൻ്റെ അടിയിൽ കുടുങ്ങി. അപ്പോൾ ആ കൈ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ എടുക്കാൻ നോക്കിയപ്പോഴാണ് ഷോക്കടിച്ചത്. പിന്നെ ഷഹജാസിൻ്റെ ഷൂമ തൊട്ട് കൊണ്ടിട്ട് ഷോക്കടിച്ചു. പിന്നെയാണ് സിതാനെ വടി കൊണ്ടിൻ്റെ 2 വട്ടം ഇവിടെ തല്ലി, 3ാമത്തെ വട്ടം തലമുഖം തല്ലി. തികച്ചും അപ്രതീക്ഷിതമായ സംഭവത്തിൽ സ്വന്തം ജീവന് അപകടവും ഗുരുതരമായ പരിക്കുകൾ പറ്റുമെന്നതും കണക്കിലെടുക്കാതെ അവസരോചിതമായാണ് മുഹമ്മദ് സിതാൻ എന്ന 10 വയസ്സുകാരൻ അടുത്തു കിടന്നൊരു വടി ഉപയോഗിച്ച് കൂട്ടുകാരെ 2 പേരെയും വൈദ്യുതാഘാതത്തിൽ നിന്ന് രക്ഷിച്ചത്. ഷോക്കടിച്ച് ഞങ്ങളായിരുന്നപ്പം ഇങ്ങനത്തെ ഒരു മുള്ളും കട്ടിലെന്നാ വടി ഉണ്ടാകുന്നത്. അപ്പോൾ ആ വടി വലിച്ചെടുത്തു. മുള്ളുത്തി കൈമ അതൊന്നും നോക്കില്ല. വലിച്ചെടുത്തിട്ട് ഓനെ ഫസ്റ്റ് ഒരു ഒട്ടടിച്ചു, ഇതായില്ല. പിന്നെ അടിച്ചു, പിന്നെ ഇതല്ല. പിന്നെ തലക്കിട്ടടിച്ചപ്പോഴാണ് ഇതായത്. അത് ഉമ്മ പറഞ്ഞ അമ്മായിക്ക് അന്ന് ഷോക്ക് അടിച്ചപ്പോൾ ഉമ്മ പറഞ്ഞിരുന്നു ഷോക്ക് ഉണങ്ങിയ വടിയോട്ട് അടിച്ചാൽ മതി പറഞ്ഞു. അപ്പം അങ്ങനെ അടിച്ചു. ഞാൻ ഇപ്പം വെറുതെ വട്ട എഴുതിയിട്ടാണ് എൻ്റെ കാല് ഷൂസിന് പോയി പിടിച്ചിട്ട് എനിക്ക് ഷോക്ക് അടിച്ചു. അതിൽ കൈ വേഗം വലിച്ചിട്ടാണ് ഇവനോട് പറഞ്ഞു എനിക്ക് ഷോക്ക് അടിച്ചാണ് വടി എടുത്തടിച്ചെന്ന് പറഞ്ഞു. അതിലാണ് വടി എടുത്തടിച്ചു. ആ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് ആൾക്കാരെ വിളിച്ചു നോക്കി. അതിൽ അപ്പുറത്തേക്ക് പോകുന്നു ആൾക്കാർ വരുന്നതിനുള്ളൂ. അതിൽ ആർക്കും അങ്ങോട്ട് ചാടാൻ നിൽക്കില്ല. അതിലൊരു സ്കൂട്ടി ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ തടഞ്ഞു നിർത്തിയിട്ട് അപ്പുറത്ത് ഇറങ്ങി എടുക്കുക വെച്ചു. അപ്പോൾ നീച്ചിയും അപ്പം അപ്പുറത്തേക്ക് വെച്ചു. സിതാന്റെ സമയോചിതമായ ഇടപെടൽ മൂലം വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് കൂട്ടുകാർക്ക് രക്ഷയായത്. കോട്ടോപ്പാടം കൊടുവാളിപ്പുറം കല്ലായത്ത് വീട്ടിൽ ഉമ്മർ ഫാറൂഖിന്റെയും ഫാത്തിമത്ത് സുഹറയുടെയും മകനാണ് മുഹമ്മദ് സിനാൻ. മുത്തനിൽ സലീമിന്റെയും ഹസനത്തിന്റെയും മകൻ മുഹമ്മദ് റാജിഹും പൂവത്തുംപറമ്പിൽ യൂസഫിന്റെയും ജുസൈലയുടെയും മകൻ ഷഹജാസുമാണ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. കൂട്ടുകാരുടെ ജീവന് തുണയേകുന്നതിൽ അങ്ങേയറ്റം മാതൃകാപരമായ ധീരതയും മനസാന്നിധ്യവും പ്രകടിപ്പിച്ച മുഹമ്മദ് സിതാനെ സ്കൂൾ PTA-യും സ്റ്റാഫ് കൗൺസിലും അനുമോദിച്ചു. അവൻ ധൈര്യസമേതം ഒരു വർഗ്ഗുള്ളി എടുത്ത് ഈ കുട്ടിയെ ആ ഇലക്ട്രിക് ഷോക്കിൽ നിന്നും വിമുക്തനാക്കി. ഇവൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയ അനുഭവ പാഠമാണ് ഇവനതിന് പ്രേരിപ്പിച്ചത്. ആ സമയത്ത് അവൻ അനുവർത്തിച്ച വിപതി ധൈര്യത്താൽ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു. ഇത് ഞങ്ങളുടെ സ്കൂളിനും ഈ നാടിനും വലിയ അഭിമാനമായിട്ടുണ്ട്. മുഹമ്മദ് സിതാൻ കെ എന്ന കുട്ടി, അവനെ ഇന്ന് താൽക്കാലികമായിട്ടൊന്ന് ആദരിച്ചിട്ടുണ്ട്. ഇനി അസംബ്ലിയിൽ വെച്ച് ആദരിക്കും. MP-യും MLA-യും വരുന്നുണ്ട് ഞങ്ങളുടെ വിദ്യാലയത്തിൽ. അപ്പോൾ അവരും ഇവന് ആദരവ് സമർപ്പിക്കും. ഞങ്ങളുടെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. 3 പേരുടെയും പരിക്ക് പറ്റിയ കുട്ടിയുടെ കയ്യിലൊക്കെ പൊള്ളലുണ്ട്, സുഖമായി വരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കുട്ടിയെ നേരിൽ വിളിച്ച് അഭിനന്ദിച്ചു. CCN ചത്തല്ലൂർ. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സംസ്ഥാന വനിതാ കമ്മീഷൻ അദാലത്തിൽ 17 കേസുകൾ തീർപ്പാക്കി. 50 കേസുകളാണ് പരിഗണനയ്ക്ക് വന്നത്. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P സതീദേവിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ ലഭിച്ച പരാതിയിൽ 8 എണ്ണത്തിൽ പോലീസിനോടും 2 എണ്ണത്തിൽ ജാഗ്രതാ സമിതിയോടും റിപ്പോർട്ട് തേടി. കമ്മീഷൻ അംഗങ്ങളായ VR മഹിളാമണി, അഡ്വക്കേറ്റ് P കുഞ്ഞായിഷ, ലോ ഓഫീസർ K ചന്ദ്രശോഭ, അഭിഭാഷകരായ ബീന, ഷീന, കൗൺസിലർ സ്മൃതി നാരായണൻ എന്നിവരും പരാതികൾ പരിഗണിച്ചു. CCN മലപ്പുറം. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് കനകം വിളയും കശുമാവ് എന്ന പേരിൽ കർഷക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പ്രസിഡന്റ് KPM സലീം പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണ സമയം ഇരുന്ന് ഏത് രീതിയിലാണ് ഇത് ലാഭകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും കഴിയുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും കൃഷി രീതികളും പരിപാലന ക്രമങ്ങളും വിളവെടുപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾക്ക് പ്രതിപാദിച്ചു തരും.
അതെല്ലാം മനസ്സിലാക്കി നമ്മുടെ നാട്ടിൽ അതിനെ പ്രാവർത്തികമാക്കാനുള്ള പരിശ്രമങ്ങൾ അത് ഏറ്റെടുക്കേണ്ടവർ, അതിന് ഉത്തരവാദിത്വം ചുമതല ഏറ്റെടുക്കേണ്ടവർ നിങ്ങൾ ഓരോരുത്തരുമാണ്. അതിനേതെങ്കിലും തരത്തിൽ നമ്മുടെ കൃഷി വകുപ്പിന്റെയും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എന്താണോ ചെയ്യാൻ കഴിയുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതിയുടെ അവസാന വർഷത്തിലേക്ക്, അവസാന ലാപ്പിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു. ഇനി ഒരു പദ്ധതി കൂടി നമുക്ക് ആസൂത്രണം ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. അത് ആസൂത്രണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ന് നടക്കുന്ന ഈ ക്ലാസ് കൂടി അല്ലെങ്കിൽ ഈ പരിശീലനം കൂടി ഉൾക്കൊണ്ട് ആ മേഖലയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കൃഷി ഓഫീസറും ബന്ധപ്പെട്ട ആളുകളും നമ്മുടെ കാർഷിക വികസന സമിതി അംഗങ്ങളും ഒന്ന് നിർദ്ദേശിക്കുകയാണെങ്കിൽ അതുകൂടി തീർച്ചയായിട്ടും നമ്മുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി തച്ചനാട്ടുകർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്നതാണ് കനകം വിളയും കശുമാവ് പരിശീലന പരിപാടി. കൃഷി ഓഫീസർ ദിലു ചടങ്ങിൽ അധ്യക്ഷനായി. CRS അസിസ്റ്റന്റ് പ്രൊഫസർ AC അസ്ന ക്ലാസ് എടുത്തു. AC ബീന, കൃഷി അസിസ്റ്റന്റ് അബ്ദുസമദ്, V രാമൻകുട്ടി ഗുപ്തൻ, TP അബൂബക്കർ, കശുമാവ് കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. CCN ചത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ PMAY ഗുണഭോക്താക്കളുടെ സംഗമം ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക ഉദ്ഘാടനം നിർവഹിച്ചു. അപേക്ഷ കൊടുത്ത് ക്ഷമയോടെ കാത്തിരുന്നവരാണ് കൊണ്ടിരിക്കുന്നത്. 222 PMAY ഗുണഭോക്താക്കളാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. അതിൽ 174 പേർക്കാണ് അർഹതയുള്ളത്. കാരണം ബാക്കിയുള്ളവർ വീട് വെച്ചു. കാരണം അവരുടെ ക്ഷമ കെട്ടുകൊണ്ട് വീടെന്ന സ്വപ്നം നമുക്ക് അടിയന്തരമായി ചെയ്യേണ്ടത് കൊണ്ട് പലരും ആധാരം കടമെടുത്തിട്ടൊക്കെയാണ് കടങ്ങൾ മേടിച്ചുകൊണ്ടാണ് വീട് പൂർത്തീകരിച്ചത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പേര് ഈ 174 പേരിൽ 144 പേരാണ് എഗ്രിമെന്റ് വെച്ചത്. അപ്പൊ തന്നെ നമുക്കറിയാം ഇനി നമ്മൾ ഇതിൽ 18 പേർക്ക് ഫസ്റ്റ് ഗഡു കൊടുത്തിട്ടുണ്ട്. ആ 18 പേരൊന്ന് കൈകൊണ്ടിരിക്കുക. 18 പേരിലേക്ക് 48,000 രൂപ വന്നിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 150-ലധികം ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ വീട് ലഭ്യമാക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ഹരിദാസൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സുമതി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KK ലിനി, ലീല, MK ദ്വാരകനാഥൻ, MK പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് VEOമാരായ സനോജ് പരിയാനി, യാസർ അർഫാത്ത് എന്നിവർ ഗുണഭോക്താക്കൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി. CCN കടമ്പഴിപ്പുറം. അലനല്ലൂർ പാലക്കടവ് പുളിയന്തോട് റോഡ് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA നാടിന് സമർപ്പിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. നിങ്ങളുടെ മെമ്പർ ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട് മെമ്പർ ആയപ്പോൾ ആദ്യമായി തന്നെ പറയുന്നൊരു കാര്യമാണിത്. അങ്ങനെയാണ് ഇത് നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ UDFന് വേണ്ടി വേണുമാഷം ബഷീർ തെക്കനും കൂടി അന്നൊരു നിവേദനം നൽകി. ഇവിടെ റഷീദ് ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇതിൻ്റെ അനിവാര്യത ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ MLA ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് അംഗം മെഹർബാൻ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ MK ബക്കർ, വാർഡ് മെമ്പർ അനിത വിത്തനോട്ടിൽ, പഞ്ചായത്ത് അംഗം ഷൌക്കത്ത് പെരുമ്പയിൽ, റഷീദ് ആലായൻ, വേണു, ഉസ്മാൻ കൂരിക്കാടൻ തുടങ്ങിയവർ സംബന്ധിച്ചു. CCN ചത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗക്കാർക്കുള്ള ഗ്രാമസഭ നടത്തി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിക ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ 326 ഭിന്നശേഷി ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡയറക്ടറി ഉണ്ടാക്കുകയും നമ്മുടെ എഞ്ചിനീയർ കുട്ടികളുടെ സഹായത്തോടുകൂടി എല്ലാ ഭിന്നശേഷി കുടുംബങ്ങളിൽ വന്ന സർവേ പൂർത്തീകരിച്ചുകൊണ്ട് അവരുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ആ ഒരു വീട്ടില് എന്തൊക്കെ അത്യാവശ്യങ്ങളുണ്ടോ അവരെ ജീവിതത്തിന്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നിറവേറ്റാനുള്ള ഒരു പദ്ധതിയാണത്. അതുകൊണ്ട് തന്നെ അത് നമ്മളൊരു സർവേയിലൂടെ കണ്ടെത്തി നമുക്ക് ഈ മാസത്തിന് മുന്നേ തന്നെ അടുത്ത വർഷത്തെ 25-26 പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് അതിന് ഭൂരിപക്ഷം ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഭിന്നശേഷി ഡയറക്ടറി ആയിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. വൈസ് പ്രസിഡന്റ് സുകുമാരൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസൻ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഗിരിജ, സുമതി, ലിനി, രാജശ്രീ എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷി വിഭാഗക്കാർക്ക് അവരുടെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതിക്ക് ഉതകും വിധം വിവിധ പദ്ധതികളാണ് പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. ചർച്ചയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം.
അനിയനു വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ച സഹോദര സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയാവുകയാണ് പൂക്കോട്ടുകാവിലെ ഗിരീഷ് കുമാർ. വാഹനാപകടത്തെ തുടർന്ന് വീൽ ചെയറിൽ കഴിയുന്ന മോട്ടിവേഷൻ സ്പീക്കറായ ഗണേഷ് കൈലാസും ജ്യേഷ്ഠൻ ഗിരീഷ് കുമാറിനെയും കുറിച്ച് കടമ്പഴിപ്പുറം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റിട്ടയർഡ് SI പൂക്കോട്ടുകാവ് മുന്നൂർക്കോട്ട് കൈലാസ് വീട്ടിലെ ശങ്കരൻകുട്ടിയുടെയും കല്യാണിക്കുട്ടിയുടെയും രണ്ടാമത്തെ മകനായി ജനിച്ച ഗിരീഷ് കുമാറാണ് സഹോദരനു വേണ്ടി ജീവിതം തന്നെ മാറ്റിവച്ചത്. 26-ാം വയസ്സിൽ തൃശൂരിൽ വെച്ചുണ്ടായ വാഹനാപകടമാണ് ഗണേഷിനെ ഈ ചക്രക്കസേരയെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത്. അപകടത്തിൽ കഴുത്തിനു താഴെ പൂർണ്ണമായും ചലനമറ്റുപോയ അനിയൻ ഗണേഷിനു വേണ്ടി കൈകാലുകളായി മാറുകയായിരുന്നു ഗിരീഷ് കുമാർ. അവനെ രാവിലെ തന്നെ തിരിച്ചു കടത്തും. അത് കഴിഞ്ഞ് എൻ്റെ കാര്യങ്ങൾ ചെയ്തു വന്ന് പിന്നെ അവനെ വന്ന് എക്സസൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവൻ്റെ കുളിക്കലും എല്ലാം കഴിഞ്ഞ് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അവൻ്റെ രാവിലത്തെ ഫുഡിൻ്റെ കാര്യം അതെല്ലാം കഴിഞ്ഞ് മരുന്ന് കൊടുത്ത് എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. വീട്ടിലെ കാര്യങ്ങളൊക്കെ അവൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. ഇന്ന് കൈലാസ് വീട്ടിൽ ഈ ഏട്ടന്റെ സ്നേഹത്തണലിൽ കഴിയുകയാണ് ഗണേഷ് കുമാർ. അരുൺ എന്നെ ഗിരിയേട്ടനെ കുറിച്ചൊരു സ്റ്റോറി ചെയ്യണമെന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നി. അത് ഒരു കാരണമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്നെക്കുറിച്ച് കുറേ ആർട്ടിക്കിൾസ് വരുന്നുണ്ട്, വീഡിയോസ് വരുന്നുണ്ട്. അതിലൊക്കെ എൻ്റെ ഏട്ടനെ ഉൾപ്പെടുത്താറുണ്ട്. അതൊക്കെ സന്തോഷം തരുന്ന കാര്യം തന്നെ. പക്ഷേ എൻ്റെ ഏട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു സ്റ്റോറി ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു അനിയൻ എന്ന നിലയ്ക്ക് ഈ അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതൊരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം സ്വത്തിനു വേണ്ടി, അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തമ്മിലടിക്കുന്ന സഹോദരങ്ങളുള്ള ഈ കാലത്ത് സ്വന്തം അനിയനെ പൊന്നുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന ഒരേട്ടനെ കുറിച്ച് ഞാൻ എന്തു പറഞ്ഞാലും അത് കുറഞ്ഞു പോകും. അതായത് ഇന്നും എൻ്റെ മലവും മൂത്രവും എടുക്കുന്നത് പലപ്പോഴായിട്ട് എൻ്റെ ഏട്ടനാണെന്ന് പറയാൻ എങ്ങനെയാണ് ഇതിൽ കൂടുതൽ അവനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ഏട്ടന്മാരുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ പോയതൊരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ ഏട്ടൻ്റെ അവൻ വലിയവനാന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊച്ചാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും സ്കൂളുകളിൽ ക്ലാസ്സിന് പോകുമ്പോൾ കുട്ടികൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗണേഷ് ഏട്ടന് ഗിരീഷ് ഏട്ടനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ അവരോടൊക്കെ പറയുന്നൊരു ഉത്തരം, ശ്രീരാമനെ കുറിച്ച് ലക്ഷ്മണൻ എന്ത് പറയാം അല്ലേ? ലക്ഷ്മണൻ്റെ മനസ്സിലെല്ലാം ഉണ്ട് ശ്രീരാമൻ എന്തെന്ന്. അവനെ അദ്ദേഹം പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ അവനെക്കുറിച്ച് വലിയ വലിയ വാക്കുകൾ പറഞ്ഞ് അവനെ ഞാൻ കൊച്ചാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വിവിധയിടങ്ങളിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഗണേഷിന്റെ യാത്രകൾക്കും ഗണേഷിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനും വഴിയൊരുക്കുകയാണ് ഈ സഹോദരൻ. ഈ ഒരു മാതൃക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 18 കൊല്ലമായി എൻ്റെ ഇളയ മകൻ ഗണേശന് അപകടം പറ്റി ഈ തരത്തിലായിട്ട് അന്ന് മുതൽക്ക് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ തിരിച്ചു വന്ന അന്ന് മുതൽക്ക് ഗിരീഷ്, അവൻ്റെ ഏട്ടൻ ഗിരീഷാണ് ഈ ഗണേശൻ്റെ എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് വൈചീർണമായി ഇപ്പം എനിക്ക് ശാരീരികമായിട്ട് കുറച്ച് പ്രയാസങ്ങളുണ്ട്. അത് കാരണം മുഴുവൻ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറ്റുന്ന കാലത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗിരീഷിനെ. അന്ന് മുതൽക്ക് ഗിരീഷിൻ്റെ ഒറ്റ പ്രയത്നത്താലാണ് ഈ ഗണേഷ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബലത്തിലും ജീവിതത്തിലും തിരിച്ചെത്തി മൊത്തത്തിൽ എല്ലാം നല്ല നിലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. പല സ്കൂളിലും കോളേജിലും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഗണേഷിനെ മോട്ടിവേഷൻ ക്ലാസ്സിന് വേണ്ടി ക്ഷണിക്കാറുണ്ട്, വിളിക്കാറുണ്ട്, പോകാറുണ്ട്. പോകുന്ന സമയത്ത് ഗണേഷ് വല്ലപ്പോഴും ഞാനും പോകാറുണ്ട്. ഗിരീഷാണ് ഒപ്പം പോകാറ്. അവൻ ചെയ്ത ഈ ഗണേഷിനോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും ആ പ്രവൃത്തിയും മനസ്സിലാക്കിയിട്ടാവണം സ്കൂളിലത്തെ അധ്യാപകരും കുട്ടികളും അവരോട് ഗണേഷിനോട് കാണിക്കുന്ന അതേ ആദരവും ആ ഒരു സ്നേഹവും ആ ഒരു സ്നേഹബന്ധത്തിന്റെ വലിയൊരു പാഠമാണ് ഇവർ സമൂഹത്തിന് നൽകുന്നത്. CCN കടമ്പഴിപ്പുറം. കേരള കോപ്പറേറ്റീവ് സർവീസ് സഹകരണ പെൻഷൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ
സഹകരണ പെൻഷൻകാർ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. 1500 കോടിയോളം രൂപ നമ്മുടെ പെൻഷൻ ബോർഡിൽ ഉണ്ട് എന്ന് കേട്ടാൽ സ്വാഭാവികമായും അത് വളരെ സേഫായിട്ടൊരു പൊസിഷനായിട്ടാണ് ആരായാലും എടുക്കുകയുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവിടെ സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ചത് 25,000 ആളുകളാണ് പെൻഷൻ ബോർഡിൽ ഇപ്പോൾ വന്നിട്ടുള്ളൂ. 90,000-ഓളം വരുന്ന ജീവനക്കാരുണ്ടാവും എന്നാണ് പറയുന്നത്. പെൻഷൻകാരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയും അവരുടെയൊക്കെ പെൻഷൻ നൽകാനുള്ള ബാധ്യത ക്ഷേമ ബോർഡിന് ഉണ്ടാവും എന്നുള്ളത്. സഹകരണ പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും നിർത്തിവെച്ച DAയും മറ്റ് ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് സമരം. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TK ജയൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി KP നൌഷാദ് അലി മുഖ്യപ്രഭാഷണം നടത്തി. മഞ്ചേരി സർക്കിൾ സഹകരണ യൂണിയൻ പ്രസിഡന്റ് O സഹദേവൻ, അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി K കുഞ്ഞിക്കണ്ണൻ, ജില്ലാ സെക്രട്ടറി P അഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. ടൗൺഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ട്രേറ്റ് പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു. CCN മലപ്പുറം. ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് വിഷ്ണു ക്ഷേത്രത്തിൽ നിറമാല ആഘോഷിച്ചു. കഥകളിയും ഉണ്ടായി. രാവിലെ കലശപൂജ, ലക്ഷാർച്ചന, ഉച്ചയ്ക്ക് പ്രസാദൂട്ട്, വൈകിട്ട് നളചരിതം, 3-ാം ദിവസം കഥകളി എന്നിവ ഉണ്ടായി. CCN കടമ്പഴിപ്പുറം. പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷം 22-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓർമ്മ പന്തല്ലൂർ എന്ന നാമകരണം ചെയ്ത പരിപാടി രാവിലെ 10-ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടെ ആരംഭിക്കും. സ്കൂൾ പ്രിൻസിപ്പൽ G പ്രദീപ് നായരുടെ അധ്യക്ഷതയിൽ ആനക്കയം പഞ്ചായത്ത് പ്രസിഡന്റ് അഡോട്ട് ചന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടൊപ്പം സ്കൂളിൽ നിന്ന് പിരിഞ്ഞുപോയ പൂർവ്വ അധ്യാപകരുടെ സംഗമവും നടക്കും. വൈകിട്ട് 3:30-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 7 മണിക്ക് നാട്ടരങ്ങ് എന്ന പരിപാടിയിൽ ഒപ്പന, വഞ്ചിപ്പാട്ട്, വട്ടപ്പാട്ട് തുടങ്ങിയ നാടൻ കലകൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കും. രാവിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഏതാണ്ട് ഈ 2024 വരെ 6000-ഓളം വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മയാണ് രാവിലത്തെ 10 മണി മുതൽ ഒരു 2:30 വരെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമം രാവിലെ ആനക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡോട്ട് ചന്ദ്രൻ അവർ ഉദ്ഘാടനം ചെയ്യും. അതേപോലെ അതിലെ ഒരു മുഖ്യ പ്രഭാഷണമായിട്ട് ശ്രീ സന്തോഷ് വള്ളിക്കാട് എഴുത്തുകാരനും പ്രഭാഷകനുമാണ്. അതിനോടൊപ്പം തന്നെ 1-2 ആളുകളെ ആദരിക്കുന്നുണ്ട്. പിന്നീട് ഒരു 2:30 വരെ അതങ്ങനെ തുടരുകയാണ് ആ ഒരു കൂട്ടായ്മ. 4 മണിക്ക് ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് വിദ്യാർത്ഥികളുടെ ഒരു കലാപരിപാടി. അതിനുശേഷം 4:30 ഒരു സാംസ്കാരിക സമ്മേളനം. അതിലെ ബഹുമാന്യനായ നമ്മുടെ മലപ്പുറം MP ET മുഹമ്മദ് ബഷീർ, അതേപോലെ മലപ്പുറം MLA ശ്രീ ഉബൈദുള്ള, പ്രിൻസിപ്പൽ പ്രദീപ് G നായർ, മാനേജർ MP അബ്ദുൽ അസീസ്, ഷാഫി, സന്തോഷ്, PTA പ്രസിഡന്റ് CP അബ്ദുൽ അസീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. CCN മലപ്പുറം. സ്വകാര്യ ആയുർവേദ ഡോക്ടർമാരുടെ സംഘടന ഏർപ്പെടുത്തിയ ധന്വന്തരി അവാർഡ് പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ കൃഷ്ണദാസിന് ലഭിച്ചു. തൃശൂരിൽ നടന്ന ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങിയതായി ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വകാര്യ ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനയായ പ്രൈവറ്റ് ആയുർവേദ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള 25,000 രൂപയുടെ ധന്വന്തരി പുരസ്കാരത്തിനാണ് ഡോക്ടർ P കൃഷ്ണദാസിനെ തെരഞ്ഞെടുത്തത്. പെരിന്തൽമണ്ണയിലെ അമൃതം ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ ചീഫ് ഫിസിഷ്യനാണ് കൃഷ്ണദാസ്. തൃശൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഡോക്ടർ വൈലോപ്പള്ളി ശ്രീകുമാർ അവാർഡ് സമ്മാനിച്ചു. ചടങ്ങിൽ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ സീതാലക്ഷ്മി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ബിഷക് രത്ന അവാർഡ് ഡോക്ടർ കൃഷ്ണദാസിന്റെ പത്നി ഡോക്ടർ ഷീബ കൃഷ്ണദാസിനും സമ്മാനിച്ചു. 10,000 രൂപയുടെ ക്യാഷ് അവാർഡും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ P കുഞ്ഞൻ ഡോക്ടർ ഷീബ കൃഷ്ണദാസിനെ സമ്മാനിച്ചു. എല്ലാ വർഷത്തിലും അദ്ദേഹത്തിന്റെ പത്നിയുടെ സ്മരണയ്ക്കായിട്ട് ബിഷക് രത്ന അവാർഡ് സമ്മാനിക്കാറുണ്ട്.
അപ്പോൾ ഈ തവണത്തെ അത് ആ സമയത്ത് അവിടെ പ്രഖ്യാപിക്കരുത്, മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റാത്തതാണ്. ഈ പ്രാവശ്യത്തെ വിശ്വരത്ന അവാർഡ് ഡോക്ടർ ശിവ കൃഷ്ണദാസനാണ് ലഭിച്ചത്. പങ്കജ കസ്തൂരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന അവർ സ്ഥാപിച്ചിട്ടുള്ള ഒരു പമ്പ ധന്വന്തരി അവാർഡ് എന്ന് പറയും, അത് ലഭിച്ചത് എനിക്കാണ്, ഡോക്ടർ കൃഷ്ണദാസിനാണ് കിട്ടിയത്. അപ്പോൾ പെരിന്തൽമണ്ണയിൽ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് കൊണ്ട് നമ്മളെ എല്ലാവരും ഞങ്ങളതിന് പ്രത്യേകമായിട്ടും അതിന് പരിഗണിക്കപ്പെടാനുള്ള കാരണം ഈ ആയുർവേദ ചികിത്സാ രംഗത്ത്, പ്രത്യേകിച്ച് സ്വകാര്യ ആയുർവേദ ചികിത്സാ രംഗത്ത് നമ്മുടെ വേറിട്ട പ്രവർത്തനങ്ങളാണ്. നമ്മുടെ ഈ പഞ്ചകർമ്മ ചികിത്സയും യോഗ, നീന്തൽ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ മാതൃകാപരമായ, കാരണം ഇന്നത്തെ കാലത്തുള്ള ജീവിതശൈലി പ്രതിരോധിക്കുന്നതിന് നമ്മൾ കാണുന്ന വ്യായാമ മുറകളും ഔഷധശീലങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സാ രീതികളാണ് 10-40 വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്നത്. അപ്പോൾ 40 വർഷത്തോളം ചികിത്സാ പാരമ്പര്യമുള്ള ആയുർവേദത്തിലെ അടിസ്ഥാനമായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സയ്ക്ക് ആദ്യകാലം തന്നെ തുടങ്ങിയിട്ടുള്ള സ്ഥാപനമാണ് പെരിന്തൽമണ്ണയിലെ ഈ അമൃതം ആയുർവേദ ആശുപത്രി. അതുകൊണ്ടാണ് ഞങ്ങളതിൻ്റെ പരിഗണനയ്ക്ക് വിധേയമായത്, നമുക്ക് അവാർഡുകൾ ലഭ്യമായത്. മാത്രമല്ല പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും പ്രകൃതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും ജലാശയങ്ങളിലെ ജീവികളെയും ഔഷധസസ്യങ്ങളെയും ജൈവവൈവിധ്യങ്ങളെയും മനസ്സിലാക്കാനായി അമൃതം ജൈവവൈവിധ്യോദ്യാനം ഒരുക്കിയിട്ടുണ്ടെന്ന് ഇവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ പി കൃഷ്ണദാസ്, ഡോക്ടർ ശിവ കൃഷ്ണദാസ്, KR രവി, പ്രതീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. മലപ്പുറം പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഭരണഘടനാ സാക്ഷരതാ പദ്ധതി ഉദ്ഘാടനം ശനിയാഴ്ച പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വോളണ്ടിയർമാർക്കുള്ള പരിശീലന പരിപാടി പി ഉബൈദുള്ള MLAയും പ്രിയാമ്പിൾ കോപ്പി വിതരണം TV ഇബ്രാഹിം MLAയും ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരുടെ സഹായത്തോടെ ഭരണഘടനയുടെ ആമുഖം, പൗരന്റെ കടമകളും അവകാശങ്ങളും തുടങ്ങിയവ സംബന്ധിച്ച് അവബോധം നൽകും. ചുമരിൽ പതിക്കാവുന്ന ഒരു പ്രിയാമ്പിൾ കോപ്പി എല്ലാ വീടുകളിലും വിതരണം ചെയ്യും. നമ്മൾ എല്ലാ വീടുകളിലും ഇതിന്റെ ഒരു സന്ദേശം എത്തിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 500 വളണ്ടിയർമാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് പരിശീലനം നൽകിയിട്ട് അവർ വീടുകൾ സന്ദർശിക്കും. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഒരു അന്തസത്തയും അതുപോലെ പൗരന്റെ കടമകളും അതോടൊപ്പം നമ്മുടെ അവകാശങ്ങളും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രാഥമികമായി വീടുകളിൽ എത്തിക്കുന്നത്. അവർക്കൊരു ഒരു കലണ്ടർ ടൈപ്പ് ചുമരിൽ തൂക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭരണഘടനയുടെ പ്രിയാമ്പിളിന്റെ ഒരു കോപ്പിയും അവർക്ക് കൊടുക്കും. ഇതിനായി പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഉയർന്ന ക്ലാസ് വിദ്യാർത്ഥികൾ, കുടുംബശ്രീ, ആശ, അംഗൻവാടി, ഹരിതകർമ്മസേന പ്രവർത്തകർ, മറ്റു സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടുന്ന 500 വോളണ്ടിയർമാർ എന്നിവർക്ക് ഏകദിന പരിശീലനം ലഭ്യമാക്കും. ഭരണഘടന സംബന്ധിച്ച അധിക പഠനത്തിനും പഞ്ചായത്ത് വേദിയൊരുക്കും. സെമിനാറുകൾ, സംവാദങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. പഞ്ചായത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ പദ്ധതിയുമായി ചേർന്നുനിന്ന് വിവിധ അങ്ങാടികളിൽ ഭരണഘടനാ സദസ്സുകൾ സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ MT അലി, P ഖമറുനിസ, K ഇസ്മായിൽ, സയ്യിദ് അക്ബർ തങ്ങൾ, CT നൌഷാദ്, KM ഷാനവാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. CCN മലപ്പുറം. വ്യാപാരി വ്യവസായി സമിതി പെരിന്തൽമണ്ണ ഏരിയ വനിതാ കൺവെൻഷൻ നടന്നു. സംസ്ഥാന സെക്രട്ടറി സീനത്ത് ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. വനിതാ വ്യാപാരികളെ അവരുടെ അവകാശ സംരക്ഷണത്തിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും അതിന് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് പിന്നിൽ നിൽക്കേണ്ടവരാണ് നമ്മൾ വ്യാപാരികൾ. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ രാജ്യത്തെ ഏറ്റവും വലിയ റവന്യൂ വരുമാനം എന്നത് നമ്മുടെ വ്യാപാരികളിൽ നിന്നാണ്. പക്ഷേ അതനുസരിച്ചിട്ടുള്ള റിട്ടേൺ ക്ഷേമനിധി ബോർഡൊക്കെ നിലവിലുണ്ടെങ്കിലും കാലാനുസൃതമായ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ നമുക്ക് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അതിനെതിരെ നമ്മൾ പടവെട്ടിയേ തീരും. അതോടൊപ്പം തന്നെ ഹൈവേ വികസനത്തിൻ്റെയൊക്കെ ഭാഗമായി പലർക്കും കച്ചവടം നഷ്ടപ്പെടുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ കോടികൾ. ജില്ലാ സെക്രട്ടറി ദിൽഷ പ്രകാശ് സംഘടനാ റിപ്പോർട്ട് വെച്ചു. വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നികുതികളിൽ 50% ഇളവ് നൽകണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പുതിയ ഏരിയ കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റ് ഡോക്ടർ അമ്മു, വൈസ് പ്രസിഡന്റ് P നിർമ്മല, നിമ്മി സജി, സെക്രട്ടറി M ജാസ്മിൻ, ജോയിന്റ് സെക്രട്ടറി P മുബഷിറ, K ഷഹല, ട്രഷറർ CK വിനോദിനി എന്നിവരെ തിരഞ്ഞെടുത്തു. CK വിനോദിനി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നന്ദിനി ജയരാജ് സ്വാഗതവും M ജാസ്മിൻ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പാർലമെന്റിൽ ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ച അമിത് ഷാ രാജിവെക്കുക എന്നാവശ്യപ്പെട്ട്
വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിപ്പുറം ടൗണിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സെയ്താലി വലമ്പൂർ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് അധ്യക്ഷത വഹിച്ചു. പാർട്ടി മങ്കട മണ്ഡലം സെക്രട്ടറി ആബിദ് അലി അരിപ്ര, പാർട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീർ മാബ്ര തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. നിലമ്പൂർ താലൂക്ക് അദാലത്തോടെയാണ് ജില്ലയിലെ 7 താലൂക്കുകളിലും നടത്തുന്ന അദാലത്തുകൾക്ക് തുടക്കമായത്. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സംസ്ഥാന വനിതാ കമ്മീഷൻ അദാലത്തിൽ 17 കേസുകൾ തീർപ്പാക്കി. 50 കേസുകളാണ് പരിഗണനയ്ക്ക് വന്നത്. UDF കാലഘട്ടത്തിലെ വൈദ്യുതി കരാർ റദ്ദാക്കിയതിൽ വൻ അഴിമതിയുണ്ടെന്ന് KPCC മെമ്പർ NA കരീം. പെരിന്തൽമണ്ണയിൽ KSEB ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കരീം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.